അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, മരുമകളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത 8 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരു കുടുംബത്തിൻ്റെ ഐക്യവും സമാധാനവും നിലനിർത്തുന്നതിൽ അമ്മായിയമ്മക്കും മരുമകൾക്കും വലിയ പങ്കുണ്ട്. പരസ്പര ബഹുമാനത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കാൻ സംസാരത്തിൽ അല്പം കരുതൽ കാണിക്കുന്നത് വളരെ നല്ലതാണ്. മരുമകളുമായുള്ള ബന്ധം ഊഷ്മളമായി നിലനിർത്താൻ ഒഴിവാക്കേണ്ട 8 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 1. മകനെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുകൾ. വിവാഹശേഷം മകന് വന്ന മാറ്റങ്ങൾക്ക് കാരണം മരുമകളാണെന്ന തരത്തിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. ഇത് അവർക്കിടയിൽ അനാവശ്യമായ അകൽച്ചയുണ്ടാക്കും. ഇനി 2ാമത്തെ കാര്യം, പാചകത്തെയും ഭക്ഷണത്തെയും കുറിച്ചുള്ള വിമർശനങ്ങളാണ്. ഓരോരുത്തർക്കും അവരുടേതായ ശൈലികളുണ്ടാകും. മരുമകളുടെ രീതികളെ പരിഹസിക്കാതെ പോസിറ്റീവായി കാണാൻ ശ്രമിക്കണം. 3ാമത്തെ കാര്യം, കുട്ടികളെ വളർത്തുന്നതിലെ അമിതമായ ഇടപെടലുകൾ. കുട്ടികളുടെ കാര്യത്തിൽ ഉപദേശം നൽകാം, എന്നാൽ അവരുടെ മാതാപിതാക്കൾ എന്ന നിലയിൽ മകനും മരുമകളും എടുക്കുന്ന തീരുമാനങ്ങളെ ബഹുമാനിക്കുകയാണ് വേണ്ടത്. ഇനി 4ാമത്തെ കാര്യം, മരുമകളുടെ വീട്ടുകാരെ താഴ്ത്തിക്കെട്ടുക. ഒരാളുടെയും മാതാപിതാക്കളെയോ വളർന്നു വന്ന സാഹചര്യത്തെക്കുറിച്ചോ മോശമായി സംസാരിക്കുന്നത് ആ വ്യക്തിയിൽ ആഴമായ മുറിവുകളുണ്ടാക്കും. ഇനി 5ാമത്തെ കാര്യം, സാമ്പത്തിക കാര്യങ്ങളിലെ കടന്നുകയറ്റം. അവരുടെ വ്യക്തിപരമായ ചിലവുകളെക്കുറിച്ചോ സാമ്പത്തിക തീരുമാനങ്ങളെക്കുറിച്ചോ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. 6ാമത്തെ കാര്യം, മറ്റുള്ളവരുമായുള്ള താരതമ്യമാണ്. മറ്റൊരു മരുമകളുമായോ അല്ലെങ്കിൽ സ്വന്തം മകളുമായോ എന്തെങ്കിലും കാര്യം പറഞ്ഞ് താരതമ്യം ചെയ്യുന്നത് അവളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുകയും അവഗണന തോന്നാനിടയാക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് ഒഴിവാക്കുക. ഇനി 7ാമത്തെ കാര്യം, അമിതമായ അധികാരം സ്ഥാപിക്കലാണ്. ആ വീട് അവളുടേതാണെന്ന ബോധ്യം അവൾക്ക് നൽകണം. ഇത് എൻ്റെ വീടാണ് എന്ന രീതിയിലുള്ള ആധിപത്യ സ്വഭാവം ഒഴിവാക്കണം. 8ാമത്തെ കാര്യം, സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. ദമ്പതികൾക്കിടയിലെ സ്വകാര്യമായ ചർച്ചകളിലും തീരുമാനങ്ങളിലും ഇടപെടാതെ അവർക്ക് അവരുടേതായ പ്രൈവസി നമ്മൾ നൽകണം. ചുരുക്കി പറഞ്ഞാൽ, അമ്മായിയുമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധം കേവലം നിയമപരമായ ഒന്നല്ല, മറിച്ച് അത് ഹൃദയങ്ങൾ തമ്മിലുള്ള പാലമായി മാറണം. മരുമകളെ മറ്റൊരു വീട്ടിൽ നിന്ന് വന്നവളായി കാണാതെ സ്വന്തം കുടുംബത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കുമ്പോൾ അവിടെ സന്തോഷം നിലനിൽക്കും. തിരുത്തലുകൾ സ്നേഹത്തോടെയും നിർദ്ദേശങ്ങൾ മര്യാദയോടെയും നൽകാൻ ശ്രദ്ധിച്ചാൽ ഏതു കുടുംബവും സ്വർഗതുല്യമായി തീരും. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.